ഇത് ആക്ച്വലി ആളുടെ ഒരു ഫസ്റ്റ് റെസ്റ്റോറൻറ്റും അല്ല. പക്ഷേ കാലിക്കറ്റിൽ ആ ഒരു ഫുഡിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല ഫുഡ്, നല്ല ഫ്രഷ് ഫുഡ് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആൾ ഫസ്റ്റായി തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് ടോപ്പ് ഫോം. ടോപ്പ് ഫോം എന്ന് പറയുന്നത് പവാൻ്റെ ഒരു ഫസ്റ്റ് ബിസിനസ്സോ അങ്ങനെയൊന്നുമല്ല. പവ ഒരുപാട് ബിസിനസ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് എപ്പോഴും ആളുടെ ഒരു ഇതായിരുന്നു നല്ല ഫുഡ് ആൾക്കാർക്ക് കൊടുക്കുക. ആരോ ഒരാൾ പവനെങ്ങനെ കാണാൻ പോയപ്പോൾ, വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചായ അത്ര പോരാ. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ ചായൻ്റെ കൗണ്ടർ വരുന്നത് പുറത്താണ്, റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ചെറിയൊരു. അങ്ങനെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ഞാൻ കാറ് അതിൻ്റെ ചായൻ്റെ അടുത്തുകൊണ്ടേ നിർത്താൻ. ആ ചായക്കാരൻ്റെ പുറത്തേക്ക് വിളിച്ചു. ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇതെല്ലാം കൊടുക്കേണ്ടത്. പിന്നീട് പവ എല്ലാ വീക്കും എങ്ങനെയാലും കോഴിക്കോട് വരും, എത്ര വയ്യെങ്കിലും കോഴിക്കോട് വരും. ഒന്നുമില്ല, ചായ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. ഞാനന്ന് പവന്ന് പറഞ്ഞതുപോലെ ചായ കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ചായക്കാരനോട് ജസ്റ്റ് ഒരു ചായ കുറച്ചേ കുടിക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. അത് കുടിച്ചിട്ട് അതിപ്പോൾ അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചായ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം. പണ്ട് കാലത്തൊക്കെ എല്ലാവരും പറയുന്നതൊക്കെ ഈ പൊറോട്ട കാര്യങ്ങളൊക്കെ ചില്ലും കൂട്ടിലാണ് ഇട്ട് വെക്കുക. അതിൽ നിന്ന് മാറി ഒരു കസ്റ്റമറിന് ലൈവായിട്ട് ഒരാളൊരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രഷായി അടിച്ച് തുടങ്ങുന്ന സിസ്റ്റം ഫസ്റ്റ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത ടോപ്പ് ഫോം ആണെന്നാണ്. ഫസ്റ്റ് ചീത്ത കിട്ടിയത് ഒരു ബിരിയാണി, ആളിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒരു ബിരിയാണി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. ആ ബിരിയാണിയിൽ നിന്ന് ആവി പറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രത്തോളം ആള് ഫുഡിനെ കെയർ ചെയ്യും. ഫുഡ് നല്ല ടേസ്റ്റിൽ കൊടുക്കാൻ പറ്റും, പക്ഷെ അത് ത്രൂ ഔട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് തന്നെ പ്രോഫിറ്റ് വലിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെസ്റ്റോറൻറ്റ് സ്കെയിൽ ചെയ്യണമെങ്കിൽ വെറുതെ ഒരു ഫുഡ് മാത്രം കൊടുത്തതിനെ കൊണ്ട് സ്കെയിൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതിനൊരു സിസ്റ്റം വേണം. കേരളത്തിൻ്റെ പുറത്ത്, അതിനുശേഷം ഇന്ത്യൻ്റെ പുറത്ത്, അതും വെറും ഒരു റെസ്റ്റോറൻറ്റ് മാത്രമായിട്ടല്ല, ഒരു കംപ്ലീറ്റ് ഫുഡ് എക്കോ സിസ്റ്റമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഒരാളൊരു കഫേ അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് തുടങ്ങുന്ന പോലെയല്ല ഒരു മൾട്ടി ക്വിസിൻ റെസ്റ്റോറൻറ്റ്. മൾട്ടി ക്വിസിൻ റെസ്റ്റോറൻറ്റ് അതിൽ എല്ലാം ഉണ്ട്. ചൈനീസ് വരും, നോർത്ത് വരും, അറബിക്, നമുക്ക് എല്ലാ ഫുഡും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. മാർക്കറ്റ് വിസിബിലിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഞങ്ങൾ വെറുതെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങിയതിന് കൊണ്ട് ആൾക്കാർ ഇതാവണമെന്നില്ല. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, ഇപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെ ഇതൊന്നും ഇല്ലേ? ആൾക്കാർ അതാണ് നോക്കുന്നത്. ഒരാളൊരു കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളീ കൊടുത്ത ഫുഡ് അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ടോപ്പ് ഫോം എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, മിസ്റ്റർ YM അബ്ദുറഹ്മാൻ ഹാജി. 1975 ഫസ്റ്റ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് ഫോം എന്ന് പറയുന്നത് പവാൻ്റെ ഒരു ഫസ്റ്റ് ബിസിനസ്സോ അങ്ങനെയൊന്നുമല്ല. പവ ഒരുപാട് ബിസിനസ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് എപ്പോഴും ആളുടെ ഒരു ഇതായിരുന്നു നല്ല ഫുഡ് ആൾക്കാർക്ക് കൊടുക്കുക. ഇത് ആക്ച്വലി ആളുടെ ഒരു ഫസ്റ്റ് റെസ്റ്റോറൻറ്റും അല്ല. പക്ഷേ കാലിക്കറ്റിൽ ആ ഒരു ഫുഡിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല ഫുഡ്, നല്ല ഫ്രഷ് ഫുഡ് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആൾ ഫസ്റ്റായി തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് ടോപ്പ് ഫോം.
എനിക്കറിയില്ല ആൾ ഇത്ര വലിയൊരു ബ്രാൻഡായി അത് മാറും അല്ലെങ്കിൽ ഇത്ര ഒരു ഔട്ട്ലെറ്റായി മാറും എന്നുള്ളത് ആൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ആളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ടോപ്പ് ഫോം ഒരു ചെയിൻ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റായി മാറ്റണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതോടെ ഫസ്റ്റായിട്ട് ആൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് SM സ്ട്രീറ്റിൻ്റെ അകത്ത്. ഫുഡ് എന്ന് പറയുന്നത് ഒരു നീഡാണ് ആക്ച്വലി. അതാണ് നമുക്ക് ആ കോവിഡ് കാലത്ത് മനസ്സിലായത്. ഡൈനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ മോർ ഓഫ് ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിട്ടുണ്ട്. കാരണം ആൾക്കാർ മുന്നത്തേനേക്കാളും പുറത്തു പോയി കഴിക്കുക എന്നുള്ള ഇത് അതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു കഫേ പോയിരുന്ന് ജസ്റ്റ് ഒരു കോഫി സിപ്പ് ചെയ്യുക. ഇപ്പോൾ നാട്ടിൽ തന്നെ നല്ല നല്ല ബുട്ടീക്ക് കഫേസ് വരാനുള്ള മെയിൻ റീസൺ അതാണ്. ആരോ ഒരാൾ പവൻ അങ്ങനെ കാണാൻ പോയപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചായ അത്ര പോരാ. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ ചായൻ്റെ കൗണ്ടർ വരുന്നത് പുറത്താണ്, റെസ്റ്റോറൻറ്റ് പുറത്ത് ചെറിയൊരു. അങ്ങനെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ കാറ് അതിൻ്റെ ചായൻ്റെ അടുത്തുകൊണ്ടേ നിർത്താൻ. ആ ചായക്കാരനെ പുറത്തേക്ക് വിളിച്ചു, ഒന്നുണ്ടാക്കി കൊണ്ടുവന്നത്. ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇതെല്ലാം കൊടുക്കേണ്ടത്. പിന്നീട് പവ എല്ലാ വീക്കും എങ്ങനെയാലും കോഴിക്കോട് വരും, എത്ര വയ്യെങ്കിലും കോഴിക്കോട് വരും. ഒന്നുമില്ല, ചായ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. ഞാനന്ന് പാവന്ന് പറഞ്ഞതുപോലെ ചായ കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ചായക്കാരനോട് ജസ്റ്റ് ഒരു ചായ കുറച്ചേ കുടിക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. അത് കുടിച്ചിട്ട് അത് പാവക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചായ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം. 75 ടോപ്പ് ഫോം എന്ന സ്ഥാപനം തുടങ്ങിയ ശേഷം പിന്നെ രണ്ടാമതൊരു ഔട്ട്ലെറ്റ് ടോപ്പ് ഫോമിൻ്റെ വരുന്നത് 2009 അത് കാലിക്കറ്റ് മാവൂർ റോഡിലായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ മാവൂർ റോഡ് ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ SM സ്ട്രീറ്റ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു മെയിൻ സ്ഥലം. കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട് ശരിക്കും ആക്ച്വലി ഞാൻ തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ഫുൾ ഫാമിലി തലശ്ശേരി നിന്നാണ്. ബട്ട് ഡെയിലി ഉപ്പാവ കാലിക്കറ്റ് പോകുമ്പോൾ ഇപ്പോൾ ഒരു വീക്കെൻഡ് ഓർ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞങ്ങളും കൂടെ പോകും. ഉപ്പാവയാണ് ആക്ച്വലി ഞങ്ങളൊക്കെ എല്ലാവർക്കും ആ ഒരു ഫുഡിൻ്റെ ഇത് മനസ്സിലാക്കി തന്നത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. ഉപ്പാവക്ക് ഒരിക്കലും ടോപ്പ് ഫോം ഒരു ബിസിനസ് ആയിരുന്നില്ല, ആൾക്കാർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കുക എന്നുള്ള ഇതിലാണ് ഉപ്പാവ ടോപ്പ് ഫോം സ്റ്റാർട്ട് ചെയ്തത്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും പറയുന്നതൊക്കെ ഈ പൊറോട്ട കാര്യങ്ങളൊക്കെ ചില്ലും കൂട്ടിലാണ് ഇട്ട് വെക്കുക. അതിൽ നിന്ന് മാറി ഒരു കസ്റ്റമറിന് ലൈവായിട്ട് ഒരാളൊരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രഷായി അടിച്ച് തുടങ്ങുന്ന സിസ്റ്റം ഫസ്റ്റ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത ടോപ്പ് ഫോം ആണെന്നാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നിർബന്ധം ഫുഡ് ഫ്രഷായി കൊടുക്കണം. ഞാൻ റെസ്റ്റോറൻറ്റ് കയറി എനിക്ക് ഫസ്റ്റ് ചീത്ത കിട്ടിയത് ഒരു ബിരിയാണി. ആളിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒരു ബിരിയാണി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. ആ ബിരിയാണിയിൽ നിന്ന് ആവി പറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രത്തോളം ആൾ ഫുഡിനെ കെയർ ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ അവന് കഴിക്കല അവിടെ വെക്കുക. അപ്പോൾ അതിലുള്ള സൈഡ് അതിൻ്റെ ചമ്മന്തി എന്ന് പറയും, അത് കണ്ടിട്ട് ആൾ പറഞ്ഞു ഇത് നല്ലതല്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതിനെന്താണ് പ്രശ്നം. കണ്ടിട്ട് പറയും ഇത് നല്ലതല്ല. എൻ്റെ ആളെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ അരവ് ശരിയായിട്ടില്ല, ഇത് ശരിയാക്കിയിട്ടില്ല, ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്, അത് മാറ്റി. കൊച്ചിക്കാർ ഞങ്ങൾക്ക് വരുമ്പോൾ ഫസ്റ്റ് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു. കൊച്ചിക്കാർ ഈ ലഗോണ് ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കൊച്ചിക്കാർക്ക് ഈ ലഗോൺ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ ഏകദേശം ഒരു 1 year കഴിഞ്ഞിട്ടാണ് 1 year-ഓളം നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 1 year ആയി ഈ റെസ്റ്റോറൻറ്റ് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടി. കേരളത്തിൽ എന്തുകൊണ്ടും ഇനിയൊരു ഓപ്ഷൻ ഓരോ നാട്ടിൽ ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളെ കൊച്ചിയിൽ കാണാനായിരുന്നു. ഞങ്ങൾ അന്നേരമുള്ള പ്ലാൻ എന്ന് വെച്ചാൽ കൊച്ചിക്കാർക്ക് ഞങ്ങൾ എന്ത് ഓഫർ ചെയ്യും. നമ്മൾ കാലിക്കറ്റ് ഓഫർ ചെയ്യുന്ന മലബാർ ഡിഷസ് അല്ലാതെ വേറെ എന്തെങ്കിലും പുതുതായിട്ട് ഓഫർ ചെയ്യണോ അല്ലെങ്കിൽ എൻ്റയർലി മെനു ചേഞ്ച് ചെയ്യണോ. ഇവിടെയുള്ള കൊച്ചിക്കാർ ഞങ്ങൾക്ക് തന്നൊരു ആത്മവിശ്വാസമാണ്, നിങ്ങൾ എന്താണോ കാലിക്കറ്റ് ചെയ്യുന്നത് അതുമായിട്ട് നിങ്ങൾ ഈ കൊച്ചിയിലേക്ക് വന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ സ്വീകരിച്ച് നിങ്ങളതിന് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഈ ഒരു പോസിറ്റീവാണ്. ഇവിടെ വന്നപ്പോഴും ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഫുഡ് നല്ല ടേസ്റ്റ് കൊടുക്കാൻ പറ്റും, പക്ഷെ അത് ത്രൂ ഔട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാഷ് ഫ്ലോവും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് തന്നെ പ്രോഫിറ്റ് വലിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പാവ നടന്ന സംഭവം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിന്. കാരണം പാവയൊക്കെ ഉണ്ടാക്കി വെച്ചൊരു ട്രസ്റ്റും ആ ഒരു സിസ്റ്റം ആ ഒരു ഇതുണ്ട്, ആൾക്കാരുടെ അടുക്കുള്ള ഒരു ട്രസ്റ്റ്, അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഞങ്ങളുടെ ഒരു സംബന്ധിച്ച് ഇപ്പോൾ 50 years ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് കാണുന്നത് ഇനിയൊരു 50 years തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ആ ഒരു ഫുഡ് കൺസിസ്റ്റൻ്റായി കൊടുക്കണം. ഇത് ടോപ്പ് ഫോം സ്റ്റാർട്ട് ചെയ്ത തൊട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആളുണ്ട്, ആളുടെ പേരാണ് ഖാദർക്ക. ആളിപ്പോൾ 50 വർഷം പൂർത്തിയായി.
ആളുടെ നേരെ അണ്ടറിൽ വരുന്ന ആൾ ഉസ്മാൻ എന്ന് പറയും. ആൾ 48 വർഷമായിട്ട് ടോപ്പ് ഫോമിൻ്റെ കൂടെ. അതായത് റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെസ്റ്റോറൻറ്റ് സ്കെയിൽ ചെയ്യണമെങ്കിൽ വെറുതെ ഒരു ഫുഡ് മാത്രം കൊടുത്തതിനെ കൊണ്ട് സ്കെയിൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതിനൊരു സിസ്റ്റം വേണം. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 6 months ആയി ഇപ്പോൾ അതിൽ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഏത് എംപ്ലോയീസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. അതാണ് അതിനോടൊപ്പം ചേർന്ന് പിടിക്കാനാണ് ഞങ്ങളൊക്കെ നോക്കുന്നത്. ഫുഡ് നന്നായ കൊണ്ട് മാത്രം കാര്യമില്ല. റെസ്റ്റോറൻറ്റ് എന്നും നിലനിൽക്കണമെങ്കിൽ അതിനുള്ള സിസ്റ്റം നിർബന്ധമാണ്. പാവം എങ്ങനെയാണോ സ്റ്റാഫിനെ കൊണ്ടുവരുന്നത്, പാവം എങ്ങനെയാണോ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്, അതിൻ്റെ കൂടെ ഇപ്പോൾ ന്യൂ ജനറേഷനിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ടീം തന്നെയാണ് ആക്ച്വലി ടോപ്പ് ഫോൺ ഇപ്പോഴും പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ കൊച്ചിയിൽ എനിക്ക് മനസ്സിലായത് ഫുഡ് കൊടുത്താൽ ആൾക്കാർ വരും, പക്ഷെ എക്സ്പീരിയൻസിലാണ് ആൾക്കാർ തിരിച്ചു തരിക. അപ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കസ്റ്റമർ എക്സ്പീരിയൻസും റെസ്റ്റോറൻറ്റ് ആംബിയൻസും ഒക്കെ അതിന് ഏറ്റവും വലിയ ഘടകമാണ്. ഒരാളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണേണ്ടത് അതിലെന്തൊക്കെ ലോസ് വരാമെന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊച്ചിയിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. കിച്ചണിൽ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് ഒരു 50% റെഡിയാവും. ഇപ്പോൾ കറീസാണ് കാര്യം 50% റെഡിയാകുമ്പോൾ ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഇതാണ്. അല്ലാതെ ആദ്യമേ ബ്രെഡ് അടിച്ച് കൊണ്ടുപോയി വെക്കാതുള്ളതല്ല. അതിൻ്റെ ചില ടൈമിൽ ഡിലേ വരാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു കിച്ചണിൽ കൊടുക്കുന്നവർ ഞങ്ങളൊരു മെയിൻ SOP-ലുള്ളൊരു കാര്യമാണ് പൊറോട്ട ഈ കാര്യങ്ങളൊക്കെ ലൈവായി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ കിച്ചണിലെ ടീമിന് ഇപ്പോൾ KOT റീഡേഴ്സ് ഒക്കെ KOT പാസ് ചെയ്ത് റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് പഞ്ചായത്തിനകത്ത് KOT പോവുകയാണ് ചെയ്യുക. അപ്പം ബ്രെഡിൻ്റെ KOT പോകുന്ന ആൾക്കറിയാം. ഫുഡ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ തുടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ടോപ്പ് ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫുഡ് വേൾഡാക്കി മാറ്റുക. അതായത് ജസ്റ്റ് നോർമൽ വെറും ഒരു റെസ്റ്റോറൻറ്റ് അല്ലാതെ ഫുഡ് എക്കോസിസ്റ്റം എന്ന് പറയാം. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂസിൻ മാത്രമുള്ള ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു കഫേ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ഹോട്ടൽ, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനായിട്ടാണ് ഞങ്ങളിതിൽ ഇറങ്ങിയത്. വെറും ഒരു റെസ്റ്റോറൻ്റ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ചെയ്യാം. അതായത് 2030 ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ്. 2030 ടോപ്പ് ഫോമിൻ്റെ റെസ്റ്റോറൻ്റ് അല്ലാതെ ഞങ്ങളുടെ തന്നെ കഫേസ് അല്ല ഞങ്ങളുടെ തന്നെ ഹോട്ടൽസ്, അതാണ് ഞങ്ങളുടെ ഒരു മെയിൻ പ്ലാൻ. പിന്നെ മെയിനായിട്ട് എനിക്കിപ്പോൾ പറയുമ്പോഴാണ് ബിസിനസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം, പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാന്നുള്ളത്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നതിന് സ്ട്രൈറ്റ് ബിരിയാണി കഴിക്കാൻ പോവാം. അതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വന്നതിനപ്പോൾ ഒരുപാട് ഇതുണ്ട്. ആൾക്കാർക്ക് സ്റ്റാർട്ടർ വേണം, സൂപ്പ് വേണം, മെയിൻ കോഴ്സ് വേണം. അത് നോർമലാണ്. പക്ഷെ അത് കാലിക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റിലെ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു മെയിൻ കോഴ്സ് കഴിക്കാൻ പോവുക അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. ഫുഡ് എന്ന് പറയുന്നത് അവർക്ക് എസെൻഷ്യലും ആണ്. പക്ഷേ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും പക്ഷേ അത് കൊച്ചിയിലേക്ക് വന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കൊച്ചിയിലെ ടേബിൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 40 minutes എന്ന് പറയുമ്പോൾ ആൾക്കാർ അത്രയും എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാം ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഫുഡ് കൊടുത്തുകൊണ്ട് മാത്രം ഒരിക്കലും ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊച്ചി വന്നപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റൊക്കെ നമുക്ക് ആൾക്കാർക്ക് ഫുഡ് കൊടുത്താൽ മതി, ബാക്കി അതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടിങ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം വേണം. ഫുഡ് നന്നായിരിക്കണം, കസ്റ്റമർ സർവീസ് നന്നായിരിക്കണം, ആംബിയൻസ് നന്നായിരിക്കണം. പിന്നെ ഇതൊന്നുമില്ലാതെ നമുക്കിപ്പോൾ ഇനി ഈ ഒരു ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അത് എനിക്ക് മനസ്സിലായത് കൊച്ചി വന്നപ്പോഴാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, ഇപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെ ഇതൊന്നും ഇല്ലേ? ആൾക്കാർ അതാണ് നോക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ നാച്ചുറലി ഞങ്ങളുടെ ഫോളോവേഴ്സ് ചേഞ്ച് ചെയ്യാണ്. അതിന് മാത്രം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ആൾക്കാർക്ക് കറണ്ട് ജനറേഷൻ അതിപ്പോൾ കാലിക്കറ്റ് എന്നാലും വലിയ കുഴപ്പമില്ല. കൊച്ചിക്കാർ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താണ് അടുത്ത ഓഫർ ചെയ്യുന്നത്, ഞങ്ങളുടെ പുതിയ മെനു എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് ഞങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെ സ്പെൻഡ് ആയിട്ടുണ്ട്. കാലിക്കറ്റ് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്ര എന്ന് നമ്മൾ മാറ്റി വെക്കാറില്ല. അത് ജസ്റ്റ് ഒരു മാസത്തിൽ അവർ വരുന്ന ഒരു 3-4 ഫോട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിന് വേണ്ടി ഒരു പെർസെൻറ്റേജ് തന്നെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. സെയിൽ നടക്കുകയാണെങ്കിൽ അതിന് ഇത്ര സ്റ്റാഫേ പാടുള്ളൂ. അപ്പോൾ ഫുഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ പോയാലും ഫുഡ് കോസ്റ്റിനൊരു ഒരു പെർസെൻറ്റേജ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഇതിൽ ഫുഡ് കോസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നത് അതും ഈ ഒരു പെർസെൻറ്റേജിൽ വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് ഞങ്ങൾക്ക്
എത്താൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 6 months ആയി ഇപ്പോൾ അതിൽ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ബിരിയാണിയുടെ റൈസും അല്ല ബിരിയാണിയുടെ ചിക്കനൊക്കെ ഡെയിലി കാലിക്കറ്റ് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ചിക്കന് ഇന്നലെ രാത്രി അവിടുന്ന് വർക്ക് തുടങ്ങി രാവിലെ ഇവിടെ എത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ക്വാളിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരാതെ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ റെസിപ്പിയൊക്കെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതിലും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യാൻ ഞങ്ങളുടെ ഈ ഒരു ബിരിയാണി കാര്യങ്ങളിലാണ്. കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന അവരോട് ഇത്ര ഗ്രാം ഗരം മസാല ഇടാൻ പാടുള്ളൂ അല്ല ഇത്ര ഇത് ഇടാൻ പാടുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കതൊരു നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു മെയിനായിട്ടാണ് ബിരിയാണി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഞങ്ങളുടെ എല്ലാ സെക്ഷനിലും നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് റെസിപ്പി കൊണ്ടുവന്നു. അതിനുശേഷം നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഉണ്ടായൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത് ബിരിയാണിക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% മെനുവിലാണ് ഇപ്പോൾ കറൻ്റ് ഇന്ന് റെസ്റ്റോറൻറ്റ് റൺ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിഷനും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രൈസിങ്ങിൻ്റെ സ്ട്രാറ്റജിയും വരുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലെഗസിയും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഫാമിലി ബിസിനസ് ആകുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ എന്തായാലും ഉണ്ടാവും. കാരണം അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. പിന്നെ മുന്നേ അവർ കൊണ്ടു നടന്നത് ഞങ്ങളുടെ ഫാമിലി കൊണ്ടു നടന്നതും ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങളിത് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാ സൈഡും എൻ്റെ ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രഷറുള്ള ഒരു സംഭവം ഫാമിലി ബിസിനസ്സാണ്. ഇപ്പോൾ ഒരു ഫേസ് ക്രീം അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആളത് യൂസ് ചെയ്ത് പിന്നീട് ചിലപ്പോൾ 1 month അല്ല 2 months കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. പക്ഷേ റെസ്റ്റോറൻറ്റ് എന്ന് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഇപ്പോൾ ഒരാളൊരു കസ്റ്റമർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആൾ വന്നിട്ട് പറയും നല്ല ഫുഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയായി, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് തീരെ പോരട്ടോ, ഫുഡ് വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ അതും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഡെയിലി നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളൊരു കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഈ കൊടുത്ത ഫുഡ് അടിപൊളിയാണ് അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഫുള്ളി ബിസിനസ് മാത്രമല്ലല്ലോ, ഒരു സർവീസും കൂടാണ്, ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ക്യാഷ് ഫ്ലോ എപ്പോഴും സെറ്റ് ആയിരിക്കണം. അതിന് ഞങ്ങൾ ഏറ്റവും വേണ്ടത് ഞങ്ങളുടെ ബിസിനസ് സ്ട്രക്ചേർഡ് ആയിരിക്കണം. എന്നിരുന്നാലേ ആൾക്കാർക്ക് അത് പിന്നീട് വേറൊരു ലെവലിലേക്ക് റെസ്റ്റോറൻറ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാർക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ആളെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ അടുത്തൊരു ഷെഫുണ്ട്, അപ്പോൾ ഈ ഷെഫ് ഇന്ന ഡിഷ് നന്നായി ചെയ്യും, അത് കണ്ടുകൊണ്ടിരിക്കൽ അതിനകത്ത് ബേസിക് നെസസിറ്റി ആണല്ലോ. അപ്പോൾ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു സർവീസാണ്. അപ്പോൾ അത് ഇന്ന് തുടങ്ങി നാളെ ക്ലോസ് ചെയ്യാന്നുള്ളതല്ല. കാരണം നല്ല റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അത് എത്ര വർഷം വേണമെങ്കിലും അത് നിൽക്കും. കാരണം ആൾക്കാരുടെ ഒരു ബേസിക് നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. രാവിലെ 5 മണിക്ക് ഫസ്റ്റ് വരുന്ന ആൾക്കാർ ഈ കട്ടിങ്, ഇപ്പോൾ വെജിറ്റബിൾ കട്ടിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും. പിന്നെ അത് കൂടാതെ ഈ ഗ്രൈൻഡിങ് ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഡെയിലി എടുക്കുന്നതാണ്. തേങ്ങ കൊണ്ടുവന്ന് തേങ്ങ ചിരകി എടുക്കുന്ന സാധനമാണ് തേങ്ങാപ്പാൽ. ഇപ്പോൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെങ്കിൽ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ അവിടെ ബിരിയാണിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 7 മണി 7 ആകുമ്പോൾ ബിരിയാണീൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10:30 ആകുമ്പോൾ ഫസ്റ്റ് ചെമ്പ് ദമ്മെന്ന് പറയും. ഒരു 30 to 1 hour ഒരു ബിരിയാണിൻ്റെ പ്രിപ്പറേഷൻ ടൈം. പിന്നെ ഒരു 2 hours ഓൾമോസ്റ്റ് ദമ്മിലിട്ട് വെക്കണം. ആക്ച്വലി ബിരിയാണിയൊക്കെ റെഡി ആയതിനു ശേഷമാണ് ലഞ്ചിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. മീൽസ് റെഡി ആയിക്കും. മീൽസും ഏകദേശം അതേ ടൈമിൽ തന്നെ റെഡിയാവും. പിന്നെ അത് കൂടാതെ അതിൻ്റെ ബിരിയാണിയോട് കൊടുക്കാനുള്ള സൈഡ്സ്, ഇപ്പോൾ ഫ്രൈ അല്ലെങ്കിൽ വേറെ ഉള്ള ലഞ്ചിൻ്റെ മെനു ഒക്കെ റെഡി ആവുന്നത് ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഏത് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കാലത്ത് 10:30-11 മണിനുള്ളിൽ ഫസ്റ്റ് ബിരിയാണി. അത് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. കാലിക്കറ്റ് 10:30-10:45 ഞാൻ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാർ ബിരിയാണി കഴിച്ച് കൊടുക്കിയിട്ടുണ്ടാവും. കാരണം കാലിക്കറ്റ് അങ്ങനെയാണ്. ആൾക്കാർ 10:30 തന്നെ ആൾക്കാർ ചോദിക്കുക ബിരിയാണി ആയിട്ടില്ലേ. കൊച്ചിയിൽ അതങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ കാലിക്കറ്റ് അതങ്ങനെയാണ്. കാലിക്കറ്റ് ഇപ്പോൾ രാവിലെ 10:30 ഞങ്ങൾ ഫസ്റ്റ് ചെമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മാവൂർ ഹോട്ടലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ദമ്മ് പൊട്ടിക്കുന്നത് രാത്രി 1 മണിക്കാണ്. 2 മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഔട്ട്ലെറ്റാണ്. അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാവുന്നത് രാത്രി 1 മണിക്കൊരു ബിരിയാണി ചെമ്പ് പൊട്ടിക്കും.
ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫാമിലി വരികയാണെങ്കിൽ ഒരു ഫാമിലിയിൽ ചില ആൾക്ക് വെജ് വേണ്ടി വരും, ചില ആൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഡിഷ് വേണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ശരിക്കും ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഇത് വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് 2 ആൾക്കാർക്ക് വേണ്ടത് മന്തി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ പുതുതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വിഭവങ്ങളുണ്ടല്ലോ. പക്ഷേ ഞങ്ങളിതുവരെ അതിലേക്കൊന്നും അത് ആൾക്കാർക്ക് അതിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം ഇപ്പോൾ ഞങ്ങളുടെ ബിരിയാണിയാണ് ഞങ്ങളുടെ മെയിൻ USP. അപ്പോൾ അതിന് എത്ര നല്ലതായി കൊടുക്കാൻ പറ്റുമോ അതാണ് ഞങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി നമ്മളെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കി വെച്ചൊരു സംഭവമുണ്ട്. അതിനെ ഒന്നും കൂടെ നന്നായി ഇപ്പോൾ ന്യൂ ജനറേഷൻ വരുമ്പോൾ അതിനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാളൊരു കഫേ അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് തുടങ്ങുന്ന പോലെയല്ല ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് അതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഒരു മൾട്ടി ക്യൂസിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചായ അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇത് മാത്രം കൊടുത്താൽ പോരാ. അതിൽ ഒരുപാട് ക്യൂസിൻസ് വരുന്നുണ്ട്. ചൈനീസ് വരും, നോർത്ത് വരും, അറബിക്, തന്തൂർ, എല്ലാ ഫുഡും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഒരു ഡിഷിന് മാത്രമായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നില്ല. പുതിയ ഡിഷ് എങ്ങനെയായാലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ഉള്ള സാധനം നല്ല വൃത്തിക്ക് കൊടുക്കുക, അതാണ് മെയിൻ ഫോക്കസ്.